മേലേവാരത്ത് പരമേശ്വരൻ മകൻ MP ബാലഗോപാലനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും പക്ഷപാതമോ അനീതിയോ വിദ്വേഷമോ വെടിഞ്ഞ് എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും ദൈവമേ നശിപ്പിച്ച്. ഇന്നലത്തെ ലാത്തി ചാർജിന്റെ ബാക്കി എപ്പിസോഡ് ആയിരിക്കും കണ്ടത് അല്ലേ ബാലേട്ടാ? എല്ലാം തോലച്ച്. അല്ല, സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസുകാര് ലാത്തി കൊണ്ട് തല തല്ലി പൊളിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നലെ അലറിക്കൊണ്ട് ഉറക്കത്തിൽ എണീറ്റ് ഓടിയത്. എന്റെ രാധികെ, നീ ആയിട്ട് എന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കല്ലേ. എടി, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കല്ലേ. ഉപദ്രവിച്ചോ? ആര്? എടി രാധികെ, ഒരു 2 സെക്കൻഡ് നീ ഒന്ന് അടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആ സത്യപ്രതിജ്ഞ കംപ്ലീറ്റ് ചെയ്താനെ. ഓ, എന്റെ സ്വപ്നലോകത്തെ ബാലഗോപാല, ഇങ്ങനെ വെറുതെ കണ്ണും വീഴ്ച കിടന്ന് സുപ്രഭാത സ്വപ്നങ്ങൾ കാണാമെന്നല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം നമ്മുടെ നാടിനോ ഈ കുടുംബത്തിനോ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? എന്തുണ്ടായി? അതിരാവിലെ വിളിച്ചുണർത്തിയിട്ട് ഒരുമാതിരി പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കല്ലേ നീ. ഞാൻ സംസാരിക്കുന്ന കുഴപ്പമല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമ്മുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മോൾക്ക് അഡ്മിഷന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും നടന്നോ? എന്റെ അച്ഛൻ ഇങ്ങനെ പണ്ട് കൊടിയും പിടിച്ച് സിന്ദാബാദും വിളിച്ച് നടന്നുകൊണ്ട് എന്റെ അച്ഛന്റെ കെയർ ഓഫില് നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് തന്നെ കൊച്ചിന് അഡ്മിഷൻ കിട്ടി. എന്താ ഇത്ര നോക്കാൻ? മറന്നുപോയോ? അച്ഛന്റെ ഫ്രണ്ടായ സഖാവ് കേളുവേട്ടൻ കൊച്ചിന്റെ സ്കൂളിലെ PTA പ്രസിഡന്റ് ആയതുകൊണ്ടല്ലേ ആ വഴിക്ക് കൊച്ചിന് അഡ്മിഷൻ ശരിയായത്? അല്ല, അത് പിന്നെ എടി രാധികെ, ഒരു ഉത്തമനായ രാഷ്ട്രീയക്കാരൻ ഒരിക്കലും ഒരു സ്വജനപക്ഷക്കാരനാവരുത്. അത് ശരിയാ. നിനക്കറിയില്ലേ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ആദർശങ്ങൾ പണയം വെക്കുന്ന ഒരു തുക്കട നേതാവല്ല ഞാൻ. പാർട്ടിയുടെ നാളത്തെ വാഗ്ദാനമാ ഈ MP ബാലഗോപാലൻ. നിങ്ങളുടെ പാർട്ടിയുടെ വാഗ്ദാനല്ലേ? നടന്ന പോലെ തന്നെ. പാർട്ടിന് പറയാം, ആര് പറഞ്ഞു നടക്കൂലെന്ന്? എടി രാധികെ, എന്റെ പേരിന്റെ മുൻപിലുള്ള ഈ MP ഉണ്ടല്ലോ, അതായത് മേലേവാരത്ത് പരമേശ്വരൻ മകൻ ബാലഗോപാലൻ എന്ന MP. ആ MP എന്ന 2 അക്ഷരം ഈശ്വര നിയോഗം പോലെ എന്നിലേക്ക് വന്നു ചേർന്നതാ. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഒരു MP ഇങ്ങനെ നാടേക്ക് 40 വട്ടം MP ആവും MLA ആവും പറയുന്നതല്ലാതെ മെമ്പർ ഓഫ് പാർലമെന്റ് പോയിട്ട് ഒരു മെമ്പർ ഓഫ് പഞ്ചായത്തെങ്കിലും നിങ്ങൾ ഇതുവരെ ആയോ? ആകൂടി, അടുത്ത ഇലക്ഷന് ഞാൻ മത്സരിക്കും, MP ആവുകയും ചെയ്യും. MP ബാലഗോപാലൻ MP. എന്തൊരു ചേർച്ച. നിന്റെ ഈ മൂളന്റെ മീനിങ് ഒക്കെ എനിക്ക് മനസ്സിലായി. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിപ്ലവാരിഷ്ടം കുടിച്ച് ഉപരിപ്ലവവും പ്രതിക്രിയാവാദവും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സഖാവ് തങ്കപ്പനാരുടെ മോളല്ലേ നീ? അതെ. അന്നേ ഹൈക്കമാൻഡ് എന്നെ വിലക്കിയതാ. ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെ മകളുമായിട്ടുള്ള സംബന്ധം നമുക്ക് വേണ്ടാന്ന്. ആര് കേക്കാൻ? എന്തോന്ന്? അയ്യടാ, എന്നെ കെട്ടണോന്നും പറഞ്ഞ് ഞാൻ ബാലേട്ടനെ പുറകിനൊന്നും നടന്നിട്ടില്ലല്ലോ. എന്നോടുള്ള പ്രേമം അസ്ഥിക്ക് പിടിച്ച് പാർട്ടിയുടെ നിറം പോലും മാറാൻ തയ്യാറാണെന്നും പറഞ്ഞ് ബാലേട്ടൻ എനിക്ക് അയച്ച കത്തുകളുണ്ടല്ലോ, അതിപ്പോഴും എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അതിനെന്താ? അതെങ്ങാനും ഞാൻ നിങ്ങളുടെ പാർട്ടിക്കാരെ കാണിച്ചാലുണ്ടല്ലോ, MP ബാലഗോപാലൻ MPയുടെ കച്ചവടം പൂട്ടും. ബി കെയർഫുൾ. ഈ ബ്ലാക്ക് മെയിലിംഗ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു ഹോബിയാണ്. വെറുതെ പ്രതിച്ഛായ തകർക്കണ്ട. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്റെ രാധു. നീ പോയൊരു പ്രതിച്ഛായ എടുക്ക. എന്താ? ഒരു ചായ എടുക്ക് രാധു. ഇന്ന് ചായ ഇല്ല. ചായ ഇല്ലേ? നിങ്ങളുടെ സർക്കാരെ പാലിന് ഒറ്റയടിക്ക് 3 രൂപയാ കൂട്ടിയത്. 3 രൂപ.
ദേ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ. കുടിച്ചോ. കട്ടനെങ്കി കട്ടൻ. അയ്യോ വന്നു ചേട്ടാ, വന്നു. കറണ്ട് വന്ന കാര്യാ പറഞ്ഞത്. ഇന്നലെ രാവിലെ 7 മണിക്ക് പോയ കറണ്ടാ ഇപ്പഴാ വരുന്നത്. ഈ സാധനം വരാത്ത കൊണ്ട് എന്റെ ഡെയിലി സീരിയലും പോയി, എന്റെ കോമഡി ഷോയും പോയി. അത് കാരണം ഞാൻ ഇന്നലെ ഒരു പോളക്കണ്ണ് ഉറങ്ങിയിട്ടുമില്ല. അതെങ്ങനെയാ? നിങ്ങളുടെ സർക്കാരിന്റെ ഭരണമല്ലേ. ഇനിയിപ്പോ അതിന് ഞങ്ങളെ മേത്തോട്ട് കയറിക്കോ. അയ്യോ തർക്കിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. സമയം 8:50 എനിക്ക് ദേവുനെ സ്കൂളിൽ പറഞ്ഞു വിടണം. ഇപ്പൊ റീടെലികാസ്റ്റിംഗ് തുടങ്ങും സീരിയലിന്റെ. ടെലികാസ്റ്റിംഗ് കാരണം രാത്രി പട്ടിണി, ഇനി റീടെലികാസ്റ്റ് കാരണം പകലും പട്ടിണിയാവോ? എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാനൊന്നും വയ്യ. ദേവുനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടേ എനിക്ക് നെല്ലിക്ക ജ്യൂസ് കുടിക്കണം. നെല്ലിക്ക ജ്യൂസോ? നെല്ലിക്ക തളമല്ലേ? നെല്ലിക്ക ജ്യൂസാ ബാലേട്ടാ. അതെ, സ്ഥിരമായി നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് സൗന്ദര്യം ഉണ്ടാകാൻ അത്യുത്തമമാണെന്ന് നിങ്ങൾക്കും സുന്ദരിയാകാം എന്ന പ്രോഗ്രാമിലൂടെ മിസ്സസ് ചന്ദ്രിക പിള്ള പറഞ്ഞിട്ടുണ്ട്. ആ അതെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സ്ഥിരമായിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നുണ്ട്. ദേ, ഇങ്ങോട്ട് നോക്കിയേ, കുറച്ച് സൗന്ദര്യം കൂടിയിട്ടില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് വന്ന നെല്ലിക്ക പോലെ ഉണ്ട്. അല്ലേലും ബാലേട്ടന് ഇങ്ങനെയാ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. അയ്യോ 9 മണി, ഇപ്പൊ എന്റെ പതിവ്രത തുടങ്ങും. വേഗം ഇങ്ങോട്ട് വന്നാൽ വല്ലതും കഴിക്കാം. സഖാവ് തങ്കപ്പൻ നായരെ, നിനക്കറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ TV എന്ന് ഇനീഷ്യൽ ചേർത്ത് വെച്ചത്. തെക്കേ വീട്ടിൽ വനജാക്ഷി മകൾ രാധിക, TV രാധിക. ഇങ്ങനെയുണ്ടോ ഒരു TV പ്രാന്ത്? ഹലോ, അതെ, തിരുമല രാജേഷിന്റെ അളിയനാണ്, MP ബാലഗോപാലൻ. ആ, ഒരു മിനിറ്റേ, ഞാനൊന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. ശരി. ആരാ ബാലേട്ടാ ഫോണില്? എടി, അതെ, നാളെ നിന്റെ ആങ്ങളെ തിരുമല രാജേഷ് പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിൽ നാളെ അവൻ എപ്പോ എത്തുമെന്നാ ചോദിച്ചത്. അവന്റെ സമയം അറിഞ്ഞാലല്ലേ പെണ്ണിന്റെ വീട്ടുകാരോട് നമുക്കൊരു കൃത്യ സമയം പറയാൻ പറ്റുള്ളൂ. നാളെ കൃത്യം 11 മണിയാവുമ്പോൾ എന്റെ രാജേഷ് ആങ്ങളെ അങ്ങോട്ട് എത്തുമെന്ന് ബാലേട്ടൻ വിളിച്ചു പറഞ്ഞോളൂ. അതെ, കോമഡി ഷോയുടെ ഷൂട്ടിങ്ങിലാണെന്ന് എന്നെ ഇച്ചിരി മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു. രാവിലെ എന്തായാലും എത്തും. ആ, ഹലോ, ചായയുടെ അച്ഛനല്ലേ? ആ, ഞാൻ തിരുമല രാജേഷിന്റെ അളിയനാ. ഞങ്ങൾ രാവിലെ ഒരു 11 മണിക്ക് അവിടെ എത്തും. ആ, പിന്നെ ഞാനും ഉണ്ടാവും. ശരി ശരി. ദേ, നാളെ ഉറപ്പായിട്ടും 11 മണിക്ക് എത്താന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവസാനം അവൻ എന്റെ പേര് നാറ്റിക്കോ. ഓ, പണ്ട് മിമിക്രി കളിച്ച് നടന്നപ്പോഴേ ആർക്കും എന്റെ ആങ്ങളെ കുറിച്ച് യാതൊരു മതിപ്പും ഇല്ലായിരുന്നു. ഇപ്പോ ചാനലിലെ കോമഡി ഷോയിലൂടെ പ്രശസ്തനായപ്പോ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും എല്ലാം എന്റെ ആങ്ങളെ വേണം. അവനിപ്പോ ഡേഞ്ചർ സോണിലാന്ന് പറഞ്ഞു കേട്ടല്ലോ. അപ്പുറം ചാടോ? ഉറപ്പായിട്ടും എന്റെ ആങ്ങളെ ചാടും. ആ, നിന്റെ ആങ്ങളെയാണെങ്കിൽ ചാടും. ഓ എന്റെ പൊന്നെ, ഗേറ്റ് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ മതിൽ കാട്ടിട്ടില്ല കാര്യമുള്ളൂ. എന്നോടാ കളി. അത് ശരി, ലൈറ്റൊക്കെ അണച്ച് എല്ലാവരും കിടന്ന് ഉറങ്ങിയല്ലേ? ഉറങ്ങണം. ഈ ഒരു കലാകാരന്റെ വിഷമം ആർക്കെങ്കിലും അറിയാവോ? ദൈവമേ ഗത. ഇനിയിപ്പോ ഇവിടെ പെങ്ങളെ ഒന്നും വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയേച്ച് രാവിലെ ഏറ്റങ്ങ് പോയേച്ചാ മതി. ഇതാരേത്? കള്ളനാ? സംശയമില്ല, അവൻ കള്ളൻ തന്നെയാ. എന്റെ പെങ്ങടെ വീട്ടിലായില്ലേ നീ കക്കാൻ വന്നേക്കുന്നേ? നിന്നെ ഇന്ന് കൊണ്ട് ഒന്നും തെറ്റില്ല. ഒരു നിലവിളിയല്ലേ കേട്ടത്? ബാലേട്ടാ, എന്നെ പിന്നീന്ന് കുത്തിയേ. അയ്യോ ദൈവം, ഇത് ആരെ ലൈറ്റിട്ട്?